നമസ്കാരം. നമ്മളിന്ന് ടോട്ടലൈസേഷൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് സെയിം പ്രോസസ്സാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ സർവേകളിലായിട്ട്, അതായത് ലെവലിങ് തൊട്ട്, അതായത് ഇപ്പോൾ പ്ലെയിൻ ടേബിൾ സർവേ അല്ലെങ്കിൽ കോമ്പസ് സർവേ തൊട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്ന ആ സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. സെൻറ്ററിങ്, അതുപോലെ തന്നെ ലെവലിങ്, അതുപോലെ തന്നെ ഫോക്കസിങ്. ഇത് മൂന്നാണ് നമുക്ക് ഒരു തിയോഡലൈറ്റിൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ടോട്ടലൈസേഷൻ്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് എന്ന് തന്നെയാണ് ഈ സെൻറ്ററിങ്ങും അതുപോലെ തന്നെ ലെവലിങ്ങും അതുപോലെ തന്നെ ഫോക്കസിങ്ങും തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻറ്ററിങ് നടത്താനായിട്ട് നമ്മൾ മറ്റേ കോമ്പസിലാണെങ്കിൽ കല്ലിട്ട് നോക്കുമായിരുന്നു. പ്ലെയിൻ ടേബിളാണെങ്കിൽ നമ്മൾ യു ഫ്രെയിം വിത്ത് പ്ലംബ് ബോബായിരുന്നു. ലെവലിങ്ങിലാണെന്നുണ്ടെങ്കിലും നമുക്ക് യു ഫ്രെയിം പ്ലംബ് ബോബ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് തിയോഡലൈറ്റ് ആണെങ്കിലും നമ്മൾ പ്ലമ്മറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലംബ് ബോബ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെൻറ്ററിങ് ചെയ്തിരുന്നത്. പക്ഷേ ടോട്ടലൈസേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കതിൽ ആ ടോട്ടലൈസേഷനിൽ നമുക്ക് എന്തുണ്ട്, ഒരു ലേസർ ഉണ്ട്, ഒരു റെഡ് കളറിൽ ലേസർ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ആ ലേസർ വെച്ചിട്ട് നമുക്ക് ലേസർ പ്ലമ്മറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെൻറ്ററിങ് നടത്താൻ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് സെൻറ്ററിങ് നടത്താനായിട്ട് സാധിക്കും. ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത പ്രോസസ്സുകളൊക്കെ തന്നെയാണ്. ഫിക്സ് ദ ട്രിപ്പോഡ് റഫ്ലി, കവർ ദ സ്റ്റേഷൻ പോയിന്റ്, വിൽ ദ ഹെഡ് നിയർലി ലെവലായ രീതിയിൽ നമ്മൾ ട്രിപ്പോഡ് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഹൈറ്റിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ലേസർ പ്ലമ്മറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് കറക്റ്റ് സ്റ്റേഷൻ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതാണ് നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് ലേസർ പ്ലമ്മറ്റ് ആണെന്നുള്ളൊരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സുകളും സെയിം തന്നെയാണ്. പിന്നെ ലെവലിങ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ലെവലിങ്ങിലും തിയോഡലൈറ്റിലൊക്കെ എങ്ങനെയാണോ ഫുഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ചെയ്തിരുന്നത്, അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ഫുഡ് സ്ക്രൂസ് ഉണ്ട്. ആ ഫുഡ് സ്ക്രൂസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെവലിങ് നമ്മൾ നടത്തുന്നത്. ആ ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഫോക്കസിങ് ആണ് എലിമിനേഷൻ ഓഫ് എറർ. നമുക്ക് അതിൽ ടെലസ്കോപ്പ് ഉണ്ട്. ആ ടെലസ്കോപ്പിൽ കറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഫോക്കസിങ് ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 പ്രോസസ്സുകളാണ് നമ്മൾക്ക് എന്തെന്ന് വരുന്നത്, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ടോട്ടലൈസേഷനിൽ വരുന്നത്. ഏതൊക്കെയാണ്? സെൻറ്ററിങ്, ലെവലിങ്, അതുപോലെ തന്നെ ഫോക്കസിങ്. പിന്നെ വരുന്നതാണ് നമുക്ക് ഇതിൽ ടോട്ടലൈസേഷനിൽ വരുന്ന മറ്റൊരു, നമ്മൾ ടോട്ടലൈസേഷനെ കുറിച്ച് പറഞ്ഞു. അതായത് അതിലൊരു ഇലക്ട്രോണിക് തിയോഡലൈറ്റും അതുപോലെ തന്നെ എന്താണുള്ളതെന്ന് പറഞ്ഞു, EDM, അതുപോലെ തന്നെ ഒരു മൈക്രോ പ്രോസസ്സർ അല്ലേ. ഇത് 3 കൂടി അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു ടോട്ടലൈസേഷൻ എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ടോട്ടലൈസേഷനൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മൾ പ്രിസം എന്ന് പറയുന്നത്. പ്രിസം, ഈ പ്രിസത്തെ തട്ടിയിട്ടാണ് ലേസർ ഈ പ്രിസത്തിലേക്ക് അടിച്ചിട്ടാണ് അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് നേരത്തെ പറഞ്ഞ 3 പ്രോസസ്സ്, പ്രൊപ്പഗേഷൻ, അതുപോലെ റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ റിസപ്ഷൻ എന്ന് പറയുന്ന 3 പ്രോസസ്സുകൾ നടക്കുന്നതിന് നമുക്ക് ഈ ഇൻസ്ട്രുമെൻ്റ് നമുക്ക് ആവശ്യമാണ്. ഇതിൽ തട്ടിയിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ പ്രിസം എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് നമ്മളിതിൽ ടോട്ടലൈസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റിഫ്ലക്ടർ പ്രിസം, സർവേയിങ് പ്രിസം അല്ലെങ്കിൽ റിഫ്ലക്ടർ പ്രിസം. അതിൽ നമുക്കൊരു ഒപ്റ്റിക്കൽ ഗ്ലാസ് പോലെ അതിൻ്റെ സെൻറ്ററിലൊരു ഗ്ലാസ് ഉണ്ട്, പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ നിന്നാണ് നമ്മൾ EDMൽ നിന്നുള്ള ലേസർ ഇതിലേക്കാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്നിട്ടാണ് നമുക്ക് അതിൻ്റെ റീഡിങ് തിരിച്ച് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഈ പ്രിസം എന്ന് പറയുന്നത് പല ടൈപ്സ് ഓഫ് പ്രിസം ഉണ്ട്. ഇപ്പോൾ സാധാരണ പരീക്ഷയ്ക്ക് അത് ചോദിക്കാറുണ്ട്. സിംഗിൾ പ്രിസം, അതുപോലെ തന്നെ 360 ഡിഗ്രി പ്രിസം, അതുപോലെ തന്നെ മിനി പ്രിസം, ട്രിപ്പിൾ പ്രിസം, അതുപോലെ മോണിറ്ററിങ് പ്രിസം. ഇങ്ങനെ പ്രിസത്തിന് നമ്മൾ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിസം എന്ന് പറയുന്നത് ഇതാണ്. അതായത് സിംഗിൾ പ്രിസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു മൗണ്ടഡ് റോഡിൻ്റെ മുകളിൽ, ഇപ്പോൾ ഈ ചിത്രത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു റോഡ് ഉണ്ടായിരിക്കും. ഈ റോഡിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ഈ പ്രിസം നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, പിടിപ്പിക്കുന്നത്. ഇത് സ്റ്റാൻഡേർഡ് സർവീസിനും കൺസ്ട്രക്ഷൻ വർക്കുകൾക്കും ഇത് സിംഗിൾ പ്രിസം നമ്മൾ കൺസ്ട്രക്ഷൻ ലേഔട്ടുകളൊക്കെ നടത്താനായിട്ട് സിംഗിൾ പ്രിസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റേഞ്ച് പറയുന്നുണ്ട്, മീഡിയം ടു ലോങ് റേഞ്ച് ആണ് ഇതിന് പറയുന്നത്. അത് ഇൻസ്ട്രുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റാണോ, പല കമ്പനികളുള്ള ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. അപ്പോൾ ഏത് കമ്പനിയുടെ ഇൻസ്ട്രുമെൻ്റാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ റേഞ്ചിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ ആക്യുറസി, കോസ്റ്റ് ആൻഡ് റേഞ്ച്.
അതിൻ്റെ പ്രോസ്പെക്റ്റ് പറയണതാണ്, അതിൻ്റെ ബാലൻസ്, അതിൻ്റെ ആക്യുറസി, അതുപോലെ കോസ്റ്റ്, ഇതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾ പറയുന്നത് ലൈക്കും സോക്കിയൊക്കെയാണ് നല്ലൊരു പ്രിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെയാണ് മിനി പ്രിസം, രണ്ടാമത്തെയാണ് എന്ത് പറയുന്നത് 360 ഡിഗ്രി പ്രിസം. ആ പേര് പോലെ തന്നെയാണ് നമുക്ക് ആ പ്രിസത്തിനെ 360 ഡിഗ്രിയിൽ തിരിച്ച്, ഇപ്പോൾ ഈ ഒരു പ്രിസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോൾ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ, പിന്നെ അപ്പുറത്തെ സൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് തിരിച്ച് വെക്കണം അല്ലേ. പക്ഷേ 360 ഡിഗ്രി പ്രസ് ആകുമ്പോൾ നമുക്കത് ആവശ്യമില്ല, 360യിൽ നമുക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടും. അപ്പോൾ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്കത് വെച്ചിട്ട് ചെയ്യാനായിട്ട് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്, മൾട്ടിപ്പിൾ പ്രിസം ഫേസസ് അറേഞ്ച്ഡ് ഇൻ എ സർക്കുലർ ഹൗസിംഗ് ടു റിഫ്ലക്ട് ഫ്രം ദ എനി ഡയറക്ഷൻ. നമ്മൾ അതിൻ്റെ ഒരു സർക്കുലറായിട്ട് ഒരു മൾട്ടിപ്പിൾ പ്രിസമാണ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഏത് ഡയറക്ഷനിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്കതിലേക്ക് റേസിനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഉപയോഗിക്കുന്നത് റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ്റെ കൂടെ ആണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. മീഡിയം റേഞ്ചാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അടുത്താണ് മിനി പ്രിസം. മിനി പ്രിസം എന്ന് പറഞ്ഞാൽ സ്മോൾ വേർഷനാണ്. മിനി എന്ന് പറഞ്ഞ പോലെ തന്നെ ചെറിയ ഇൻസ്ട്രുമെൻ്റാണ് ഇത് പറഞ്ഞത്. ഇത് ഈ മൗണ്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ, ഈ റോഡിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യപ്പെട്ടിരിക്കും. ഹൈ പ്രിസിഷൻ വർക്ക്, ഷോർട്ട് റേഞ്ച് മെഷർമെൻറ്റ്സ് ആൻഡ് കൺഫൈൻഡ് സ്പേസസ്. നമ്മൾ അത്രയും ആക്യുറസി ആയിട്ടുള്ള വർക്കുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ മിനി പ്രിസം നമ്മൾ ഉപയോഗിക്കുന്നത്. ഷോർട്ട്, അതിൻ്റെ റേഞ്ച് പറയുന്നത് 500 മീറ്റർ ഓർ ലെസ് ആണ്. അതിൻ്റെ റേഞ്ച് നമ്മൾ 500 മീറ്ററിലും താഴെയാണ് നമ്മളതിൻ്റെ എന്ത് പറയുന്നത് റേഞ്ച് നമ്മൾ പറയുന്നത്. പക്ഷേ ഹയർ ആക്യുറസി ഡ്യൂ ടു ലോവർ ഓഫ്സെറ്റ്, ലൈറ്റർ ആൻഡ് ഈസിയർ ടു ക്യാരി. നമുക്കതിന് നല്ല ഹയർ ആയിട്ടുള്ളൊരു ആക്യുറസി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ക്യാരി ചെയ്യാനായിട്ട്, ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ ട്രിപ്പിളാണ്. ട്രിപ്പിൾ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 3 റിഫ്ലക്ടറുകൾ നമുക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ട്രിപ്പിൾ ഓർ ഡബിൾ ഓർ മൾട്ടിപ്പിൾ പ്രിസം എന്ന് നമ്മൾ പറയുന്നത്. കണ്ടെയ്ൻസ് മൾട്ടിപ്പിൾ, ഇതിൽ 3 ഇതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ലോങ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്സ് ഓർ പുവർ റിഫ്ലക്റ്റിവിറ്റി കണ്ടീഷൻസ്. ലോങ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്സ് കുറച്ച് പുവറാണെന്നാണ് പറയുന്നത്. ലോങ്ങസ്റ്റ് എമംഗ് ഓൾ ടൈപ്സ്, ഏകദേശം പറയുന്നത് 10 കിലോമീറ്ററാണ് ഏകദേശം അതിനെ പറയുന്നത് റേഞ്ച്. പിന്നെ നമുക്ക് വരുന്നതാണ് മോണിറ്ററിംഗ് പ്രിസാണ് വരുന്നത്. ഡിസൈൻഡ് ഫോർ പെർമനൻറ്റ് ഇൻസ്റ്റലേഷൻസ് ഓൺ സ്ട്രക്ചേഴ്സ്. അത് നമ്മൾ ബ്രിഡ്ജ്, ഡാം അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് സ്ട്രക്ചറൽ മോണിറ്ററിംഗ് ഓവർ ടൈം, സ്ട്രക്ചറൽ മോണിറ്ററിംഗ് ആണ് ഇതിൽ ചെയ്യുന്നത് കൂടുതലായിട്ട്. പിന്നെ ഇത് വെതർ റെസിസ്റ്റൻ്റ് ഹൗസിംഗ് കോമ്പാക്റ്റ് ഡിസൈനിങ് ആണ്. നമുക്ക് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ളൊരു ഡിസൈനിങ് ആണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിലിപ്പോൾ ആദ്യം വരുന്ന ആദ്യത്തെ 3 എണ്ണമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? സിംഗിൾ പ്രിസവും, അതുപോലെ തന്നെ മിനി പ്രിസവും, അതുപോലെ തന്നെ 360 ഡിഗ്രി പ്രിസം. ഇങ്ങനെ 3 ടൈപ്പ് പ്രിസത്തെ കുറിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് ടോട്ടൽ സ്റ്റേഷൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റാണ് പ്രിസം, റിഫ്ലക്ടർ പ്രിസം എന്ന് പറയുന്നത്. ഇതിൽ തട്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ റീഡിങ്ങുകൾ കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക, EDM-ൽ നിന്ന് പോകുന്ന ലേസറിൻ്റെ അത് ഈ റിഫ്ലക്റ്റിംഗ് പ്രിസത്തിൽ തട്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മുടെ മെഷീൻസിലേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ സ്റ്റേഷൻ്റെ മായി ബന്ധപ്പെട്ട തിയറി ക്ലാസ്സുകൾ നമുക്ക് വരുന്നത്. ഓക്കെ, താങ്ക് യു.